പ്രിയപ്പെട്ട ജയ്ഹിന്ദ് ടി വി പ്രേക്ഷകർക്ക് നമസ്കാരം. ഓണക്കാലമായി വീണ്ടും നിങ്ങൾക്ക് ഓണമധുരം വിളമ്പിത്തരാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഓണമധുരവുമായി എത്തിയിരിക്കുന്ന പാട്ടുകാരി സുപ്രസിദ്ധ പിന്നണി ഗായികയും മ്യൂസിക് ടീച്ചറുമായ സജിത ബിനു ആണ്. വയനാട്ടുകാരിയാണ്. അപ്പം നമുക്ക് വയനാട് വിശേഷങ്ങളും ചോദിക്കണം. ഒപ്പം നമുക്ക് ഏത് പായസമാണ് ഉണ്ടാക്കി തരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം സജിത ബിനു. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹായ് സജിത. നമസ്കാരം. അപ്പോൾ നമ്മുടെ ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് വേണ്ടി ഓണമധുരം വിളമ്പിക്കൊടുക്കാൻ വയനാട്ടിൽ നിന്നും വന്ന ഒരു കലാകാരി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആള് എറണാകുളത്താണ് താമസിക്കുന്നത്. അതെ, ഇപ്പം ഞാൻ എറണാകുളമാണ്. എൻ്റെ സ്വന്തം ദേശം വയനാട്. ഹസ്ബൻഡ് മോനൊക്കെ ആയിട്ട് എറണാകുളം സെറ്റിലാണ്. എന്നാലും വയനാട്ടുകാരി എന്ന് പറയാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഓക്കെ, അപ്പം വയനാട് നിന്ന് തിരുവനന്തപുരം വരെ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം വരെ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഏത് ഓണമധുരം കൊണ്ടാണ് ഞാൻ ഇന്ന് അതേ പറയട്ടെ, ജയ്ഹിന്ദിൻ്റെ ഓണം മധുരം എന്നുള്ള ഒരു പരിപാടി ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ ഒരു നേന്ത്രപ്പഴം കൊണ്ടൊരു പായസം, അതിന് പല പേരും പറയും. വയനാട്ടിലെല്ലാം വ്യത്യസ്ത പേരാണ് കേട്ടോ, ഇവിടെയുള്ള പേരായിരിക്കില്ല, എല്ലാം വ്യത്യസ്തമുണ്ട്. നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് പറയും ഇവിടെ. ഇപ്പോൾ പഴം പ്രഥമൻ എന്നും പറയും ഈ പായസത്തിന്. എന്നാലും നമുക്ക് നേന്ത്രപ്പഴം പായസം, നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തിട്ടുള്ള പായസം, അങ്ങനെ ഒരു പായസം കൊണ്ടാണ്. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഈ ഓണമധുരം എപ്പിസോഡ്സിനൊരു പ്രത്യേകതയുള്ളത് പാട്ടുകാരികളായ ആളുകളാണ് ഗായികമാരാണോ? ഓക്കെ. നളപാചക ഇതൊരു വന്നിട്ടില്ല. അപ്പോ പാട്ടുകാരിയല്ലേ? പാട്ടുകാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ടീച്ചറാണ്. ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതെ, എനിക്കിപ്പോ വേൾഡ് വൈഡ് ശിഷ്യ സമ്പത്തുണ്ട്. എവിടെ പോയാലും നമ്മുടെ കുട്ടികളുണ്ട് നമുക്ക്. ശരി, അപ്പൊ എല്ലാവരും ടീച്ചറമ്മയുടെ പാചകവും കൂടെ കാണട്ടെ അല്ലേ? പാചകവും കണ്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്. ഇനി പാചകം എങ്ങനെയാണെന്ന് അറിയാം. അതിനു മുമ്പ് ഒരു ഓണപ്പാട്ട്, നമ്മുടെ ഓണ സമയല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഓണപ്പാട്ട് പാടിയിട്ട് നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഞാൻ ചിത്രശേഷിയുടെ ഒരു പഴയൊരു ആൽബത്തിലെ, എനിക്ക് തോന്നുന്നു തരങ്കിണി, ആ ഒരു പാട്ടുകളൊക്കെ ഇറങ്ങിയ സമയത്തുള്ള ഒരു പാട്ട് പാടാം. ഓക്കെ. അത്തക്കളത്തിന്നു പൂതിടുമ്പോൾ അയലത്തെ മാറൻ ചൊല്ലി, അത്തക്കളത്തിന്നു പൂതിടുമ്പോൾ അയലത്തെ മാറൻ ചൊല്ലി, പുഞ്ചിരിപ്പൂ ഒന്നു പകരം തന്നാൽ പൂവൊരു വട്ടി തരാം, പുഞ്ചിരിപ്പൂ ഒന്നു പകരം തന്നാൽ പൂവൊരു വട്ടി തരാം, പിന്നെ പൂവൊരു വട്ടി തരാം. അത്തക്കളത്തിന്നു പൂതിടുമ്പോൾ അയലത്തെ മാറൻ ചൊല്ലി, അയലത്തെ മാറൻ ചൊല്ലി. ആ പൂയി പൂനുള്ളി അവനന്നാരം പുന്നാരം ചൊല്ലി, ആ പൂയി പൂനുള്ളി അവനന്നാരം പുന്നാരം ചൊല്ലി, ഓരടിയിരടി വച്ച് അവനിന്നുള്ള നുള്ളിയെടുത്തു, ഓരടിയിരടി വച്ച് അവനിന്നുള്ള നുള്ളിയെടുത്തു. കോരിത്തരിപ്പ് ഒരു കോടിത്തരിപ്പ്, അത്തക്കളത്തിന്നു പൂതിടുമ്പോൾ അയലത്തെ മാറൻ ചൊല്ലി, പുഞ്ചിരിപ്പൂവൊന്നു പകരം തന്നാൽ പൂവൊരു വട്ടി തരാം, പെണ്ണെ പൂവൊരു വട്ടി തരാം. അത്തക്കളത്തിന്നു പൂതിടുമ്പോൾ അയലത്തെ മാറൻ ചൊല്ലി,
അയലത്തെ മാരൻ ചൊല്ലി. അപ്പോൾ അയലത്തെ മാര ചൊല്ലണം. നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഓ ഷുവർ, പാചകത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങി അരച്ചു വെച്ചേക്കാം. അപ്പം അതിനുള്ളൊരു സമയം കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചത് കാണിക്കാം. അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചൊന്ന് വരട്ടണം. നമുക്ക് ചെയ്യാം. ഇതല്ലേ പാത്രം? ഇഷ്ടം. ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് നെയ്ക്ക് ഒരു പഞ്ഞമില്ലല്ലോ, എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നെയ്യില് പിന്നെ സ്വാദ് കൂടണമെങ്കിൽ പക്ഷെ നെയ്യ് നല്ലതാണെന്നാ പറയുന്നത്. നല്ല കൊളസ്ട്രോള് നല്ല നെയ്യ് ആയിരിക്കണം, പ്യൂർ ആയിരിക്കണം. ഓക്കെ, ചൂടായില്ലേ? അധികം ചൂടായാൽ കരി. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇങ്ങനത്തെ പായസമൊക്കെ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട് ഞാൻ, പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല. പായസം ഉണ്ടാക്കിയിട്ടില്ല. പാൽപ്പായസം മാത്രമാണോ? പാൽപ്പായസം മാത്രമല്ല, പ്രഥമൻ ഉണ്ടാക്കും, കടലപ്പരിപ്പ് പായസം, ചക്ക കഴിച്ചിട്ടുണ്ടോ? ചക്ക, മത്തങ്ങ, അങ്ങനെ കുറെ. ഇതെല്ലാം മത്തങ്ങ കഴിച്ചിട്ടില്ല. ഇല്ലല്ലേ? എല്ലാത്തിൻ്റെയും പായസം, പിന്നെന്താ പയർപരിപ്പ് പായസം. ഓക്കെ, എല്ലാം ഏകദേശം ഒരേ ഇത് തന്നെയാണ്, എന്നുവെച്ചാൽ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറയുന്ന മത്തങ്ങയാണെങ്കിൽ നമ്മളത് വേവിച്ച് ഉടച്ച് ഇതേപോലെ വഴറ്റിയെടുക്കണം. വഴറ്റി ആ നെയ്യിൽ വഴറ്റിയെടുക്കണം. അതിലാണ് അതിൻ്റെ മൊത്തം സ്വാദ് കിടക്കുന്നത്. അല്ലെങ്കിൽ നെയ്യിലൊക്കെ വഴറ്റിയെടുത്ത് അടി പിടിക്കാതെ നോക്കണം. എളുപ്പമാണ് കേട്ടോ, ഒരുപാട് നമുക്കതിന് സമയമൊന്നും വേണ്ട. നെയ്യുടെ മണം, ഏത്തപ്പഴത്തിൻ്റെ മണവും കൂടെ പറഞ്ഞാൽ രക്ഷയില്ല. ഭയങ്കര പാല്, നെയ്യ്, വെണ്ണ കൊതിച്ചാണ്. നെയ്യ് ഇഷ്ടമായിരിക്കും. നെയ്യ് ഇഷ്ടമാണ്. പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളത് പാലടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം പൊതുവേ പാലടയും വെർമിസെലി പിന്നെ കോമൺ ആയി. ഒരിടയ്ക്ക് അതായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പാലട. തിരുവനന്തപുരത്ത് നോക്കാമെങ്കിൽ നല്ല ബോളി. സത്യം, ഇവിടെ വന്നാൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് മേടിച്ച് കഴിക്കാറുണ്ട്. ബോളി കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പേരൊന്നും അറിയില്ല. ഇവിടെ ജംഗ്ഷൻ തോറും ബോളിയുടെ അതെല്ലേ? ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി പായസം കൂടെ വെച്ചിട്ട് കൊടുക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ടൈം വന്നപ്പം കല്യാണമൊക്കെ ആവണം ഈ ബോളി കിട്ടണമെങ്കിൽ. ശരിയാ. ജംഗ്ഷൻ തോറും കട. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു ബോളി കട അന്വേഷിച്ച് പോയി. അവിടെ നിന്ന് ബോളിയും പായസമൊക്കെ മേടിച്ചാണ് എറണാകുളത്തേക്ക് പോയത്. തിരുവനന്തപുരത്തുകാരുടെ അഭിമാനം. പക്ഷെ ഇപ്പൊ വേറെ തമിഴ്നാട്ടുകാർ തേങ്ങാ ബോളി എന്നൊക്കെ പറഞ്ഞ് കുറെ വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ പ്യുവർ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ വരണം. പണ്ടൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഈ തിരുവനന്തപുരം ഭാഗത്ത് ഒരു കല്യാണത്തിന് വന്നപ്പോഴാണ് സദ്യ കഴിഞ്ഞപ്പോൾ ഒരു സാധനം, എന്താ സംഭവം, നമുക്ക് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല ഇത്. നിങ്ങളുടെ നാട്ടിൽ സദ്യ ഞങ്ങളുടെ സദ്യയുടെ വ്യത്യാസമുണ്ട്. വയനാട്ടില് സദ്യ കുറവാണ്. അവിടെ എന്തുണ്ടെങ്കിൽ നോൺ വെജ് ആണ്. നമ്മുടെ ഇപ്പൊ വിഷുവിനാണെങ്കിൽ ഒരു മീൻ വറുത്തത് അല്ലെങ്കിൽ ഒരു ചിക്കൻ. കല്യാണത്തിനും കൂടുതൽ സദ്യ അല്ല, കൂടുതൽ അവിടെ നോൺ വെജ് ആണ്. പിന്നെ എറണാകുളം ഭാഗത്തൊക്കെ സദ്യ തന്നെയാണ്. വയനാട്ടിലെ അധികം നോൺ ആണ് പ്രധാനം. ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കും. ഓണത്തിന് സദ്യ തന്നെയാണ്. എന്നാലും ഒരു അതെ, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു ചിക്കൻ കറി സൈഡിൽ നമ്മൾ ഒന്ന്. ഓണത്തിന് മീൻ വെക്കില്ല, വിഷുവിനാണത്. ഓണത്തിന് നമ്മൾ വിഷുവിന് നമ്മൾ മീൻ വറുത്തത് ഉണ്ടാവും. പിന്നെ ഓണത്തിന് എന്തായാലും സദ്യ തന്നെ മെയിൻ. നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏത് പാട്ടാ പാടാം?
ഏതാ പറഞ്ഞേ? ഇതൊരു മഞ്ഞ കളറല്ലേ? ശരി ശരി, മഞ്ഞ പ്രസാദം പാടാം. ഇത് വാറ്റിക്കൊണ്ട് പാടാം അല്ലേ? പാടാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി മഞ്ഞ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു ഓ വന്നു ചിരി തൂകി നിന്നു. ആ സംഗതിയൊക്കെ വന്നപ്പോഴേ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ അന്നേരം നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകും. പ്രശ്നം. പാട്ടും പാട്ടും വലിയ പ്രയാസമാണോ? അതെ അതെ, പാട്ടിന്റെ അല്ലല്ലോ പാടുന്നല്ലേ. ഏകദേശം വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ഒന്ന് പിടിച്ചോട്ടോ. ഞാനത് ഒഴിച്ചേക്കാം. നോക്കി ഒഴിയും മതി, വേണം ഇല്ല. അതെയോ, മധുരം അധികം വേണ്ട. അപ്പൊ ശരി, ഞാൻ വരട്ടിക്കോളാം. ഒരു പാട്ടും കൂടെ. അതെയോ? ഇനിയിപ്പോൾ ഏതാണ് അല്ല ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഇഷ്ടമുള്ളത് പൊതുവേ എനിക്ക് ചിത്ര ചേച്ചിയുടെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. സ്റ്റേജിലൊക്കെ പാടുന്നത് കൂടുതലും ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ്. അതെ 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 അതെ. ഞാനെന്നാൽ രാജഹംസമേ പാടാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ആ പാട്ട്. പാട്ടിന്റെ മധുരവും ഈ മണവും കേട്ടോ എല്ലാം ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മധുരം മധുരം കൂടുതൽ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര മണമായിരുന്നു കേട്ടോ. ഈ നെയ്യും ഏത്തപ്പഴവും നെയ്യും ശർക്കരയും രക്ഷയില്ല. ഓക്കെ, നമുക്ക് ഇനി വേണമെങ്കിൽ അതിൽ ചേർക്കണോ? വേണ്ട, പോരെ. അധികം മധുരം വേണമെന്നില്ല. മധുരം എപ്പോഴും ഇച്ചിരി കുറയ്ക്കുന്നതാണ് നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. അതെ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതെ വരട്ടെ. പാല് ഇപ്പം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചുകൊണ്ടേ എല്ലാം ഊറി അടിയിലായി. ഒന്ന് അതൊക്കെ വെച്ചോ, ഞാൻ ഉണ്ടാക്കി തരാം. ഇളക്കിക്കോട്ടോ.
അതിരിക്കട്ടെ, കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. കുട്ടികളുടെ സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസിന്റെയും മകന്റെയും. എനിക്ക് ഒരു മോനേ ഉള്ളൂ, ഗൗതം കൃഷ്ണ. പാടും, പാട്ടുകാരനാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ പ്ലേസ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ജോലി ഒക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. അതെ അതെ, വളരെ 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 സപ്പോർട്ടീവും എന്താ പറയുക, നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു മോൻ തന്നെയാണ്. പിന്നെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 6 വർഷമായി എൻ്റെ വിദേശ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഒരു വിധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കുട്ടികൾ. അതെ അതെ, നാട്ടിൽ വരുമ്പം എല്ലാവരും നമ്മൾ അതെ അതെ കാണാൻ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി അതെ അതെ ബിസി ആയിട്ട് പോകണം. പിന്നെ ഇപ്പം വീണ്ടും ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വീണ്ടും ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അത് അന്നത്തെ ആങ്കറിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞൊരു അതെ അതെ അതെ. ആദ്യം ഉണ്ടായിരുന്നു വോയിസ് ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. കൃഷ്ണേന്ദ്രനും ഞാൻ ഏഷ്യാനെറ്റിലായിരുന്നു. അത് ആദ്യത്തെ നമ്മുടെ സംഗീത പരിപാടിയായിരുന്നു. അതിൽ അവതാരകയായി. അതിലൊരു പ്രത്യേകത, ഒരുപാട് ആരാധകരുള്ള പ്രോഗ്രാം ആയിരുന്നു അല്ലേ? അല്ല, ആ സമയം നല്ല ബിസി ആയിരുന്നു. പിന്നെ ബിസി ആഗ്രഹമുണ്ട് വീണ്ടും ഇങ്ങനെ ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും വരുമ്പോൾ എന്തായാലും പഠിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക, പിന്നെ ചുക്കുപൊടി അത് ഇടണം. ചുക്ക് എന്ന് പറയുന്നത് എന്തിനാ പൊടിച്ച് വെച്ചതാണ്. ഇത് ഇടുന്ന വെച്ചാൽ ഇതിൻ്റെ എല്ലാ സ്വാദുകളും ഒന്ന് ക്രമീകരിക്കാനും. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക, ഇപ്പം നമ്മൾ ഈ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ എല്ലാത്തിനകത്തും അങ്ങനെയുണ്ട്. അല്ലാതെ പാൽപ്പായസത്തിൽ കൊണ്ട് നമ്മളിത് ഇടാൻ പാടില്ല കേട്ടോ. അല്ലാത്ത സംഭവത്തിൽ നമ്മൾ ചുക്ക്, ഏലക്ക, പിന്നെ ലാസ്റ്റ് കാഷ്യൂനട്ട് ഇടണം. അത് നമുക്കൊന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ടിടാം. കിസ്മിസ് വേണമെന്നില്ല. കിസ്മിസ് നമ്മൾ വിരോധിയായിട്ടല്ല, നമ്മൾ പാൽപ്പായസത്തിലാണ് കൂടുതലായിട്ടും കിസ്മിസ് ഇടുക. കാരണം ഇങ്ങനത്തെ പായസത്തിൽ കിസ്മിസ് ഇടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് കേട്ടോ തേങ്ങ കൊത്തില്ലേ, അത് നെയ്യിൽ വറുത്തിട്ട് ഇടാം. അപ്പം നമ്മളിവിടെ കാഷ്യൂനട്ടാണ് ഇടുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഇടാം. നല്ല കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. എനി ഹൃദയപൂത്താലം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. നമ്മുടെ ജാനകി അമ്മ എന്ന് പറഞ്ഞ സിംഗറുണ്ട്. നമ്മുടെ എസ് ജാനകി അല്ല, ഇവരും ഒരു ജാനകി അമ്മയാണ്. പക്ഷെ ഒരുപാട് പാട്ടുകൾ പണ്ടത്തെ തരംഗിണിയിലൊക്കെ പാടിയിട്ടുണ്ട്. അവരുടെ അതിൻ്റെ ഒരു ഇൻട്രോ മ്യൂസിക് എല്ലാ ചാനലിലും ഓണം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കേട്ടില്ലേ? ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചാനലിലും വരുന്ന ഒരു ഇൻട്രോ ആണ്. അപ്പോൾ അതിൽ ആ പാട്ടെന്ന് പറയുന്നത് എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഇതായിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ മ്യൂസിക്കൊക്കെ ഭയങ്കര രസമാണ്. ഓണത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ട്. ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് ഇടണം. അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ വീണ്ടും മിൽമയുടെ നെയ്യ് ഒഴിക്കുന്നു. ഒന്ന് ചൂടാവട്ടെ.
തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങളുടെ ഓണം? ഞങ്ങളുടെ ഓണം തിരുവനന്തപുരത്തെ ഓണമാണ് ഓണം, ടൂറിസം ഓണം. ഇവിടെ എന്ത് രസമാണ് ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഇവിടെ ഓണാഘോഷം കാണാത്ത വരും അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പോയാൽ മതി. തിരുവനന്തപുരത്തെ ഓണമൊക്കെ കണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലും ഭയങ്കരമായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ചെറിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായി. അവിടെ ഒരു ഓണത്തിന് മുമ്പാണല്ലോ ഒരു ദുരന്തം ഉണ്ടായി. ഈ വർഷം അതെല്ലാം വീണ്ടും ആൾക്കാരെ റിക്കവർ ചെയ്ത് വരുന്നു. എല്ലാവരും വീണ്ടും നമുക്ക് പ്രതീക്ഷകളൊക്കെ തരുന്നു. അതെ അതെ അതെ. പ്രളയത്തിന്റെ ഓർമ്മകളുണ്ട്. ശരിയാണ്. വിഷമാണെങ്കിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തെ മഴ വരുമ്പോ ഇപ്പൊ നമുക്കൊരു പേടിയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഓണം. അങ്ങനെയാണ് അവിടെ ഞങ്ങൾ വയനാട്ടുകാരെല്ലാവരും പോകുന്നത്. അങ്ങനെയാണ്. വയനാടുകാരെന്ന് പറയുമ്പോ എന്താ പറയുക, എല്ലാം തരണം ചെയ്യും. പിന്നെ പോരാളികളല്ല, പോരാളികളല്ല, പിന്നെ എന്താ വെച്ചാല് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ്. അത് അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു വീട്ടിൽ നമ്മൾ ചെന്നാലും എന്ത് ജോലിയും ചെയ്യും. കിളക്കണോ, പിന്നെ ഞാറ് നടണോ, അങ്ങനെ എന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മളിങ്ങനെ വേറെ ആൾക്കാരെ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. നമ്മളെ വീട്ടിലുള്ള പറമ്പിലെ പണിയാണെങ്കിലും പുറം പണിയാണെങ്കിലും എല്ലാം നന്നായിട്ട് അധ്വാനശീലരാണ്. പിന്നെ വളരെ എന്താ പറയുക, ആതിഥേയ മര്യാദ കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. അതായത് ഒരു സൽക്കാരപ്രിയരാന്ന് പറയും. വരൂ കാരണം അവിടെ നമ്മളൊരാൾ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും എന്നറിയാം. അവർ വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണ്ടേ, എന്തൊക്കെ നമ്മൾ കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര എന്നുവെച്ചാൽ ആദ്യത്തെ മര്യാദ കൂടുതലുള്ളതാണ് വടക്കോട്ടെല്ലാവരും. അപ്പം നമ്മുടെ പായസം റെഡിയായി. പഴപ്രഥമൻ നേന്ത്രപ്പഴപ്പായസം റെഡി. കുറച്ച് നേരം എടുത്തില്ലേ നമ്മളിങ്ങനെ വഴറ്റി എടുക്കാനായിട്ട്. എന്നാലും ഒരു സന്തോഷമല്ലേ, നല്ലൊരു പായസം ഉണ്ടാക്കി മണമൊക്കെ വരുന്നത്. എനിക്ക് തരുന്നില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം ബാക്കി എങ്ങനെയുണ്ട്. ശരി, കഴിച്ചൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു പാട്ടും കൂടെ പാടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇത് പാട്ടാ, ഓണപ്പാട്ട് തന്നെ ആയിക്കോട്ടെ. എൻ്റെ കൂടെ പാടുമോ? പൂവിളി പൂവിളി. പിന്നെന്താ, പൂവിളി ആ പാട്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മള് സിംഗേഴ്സിന് സ്റ്റേജിൽ പാടാനുള്ള പാട്ടുകളുടെ കൂട്ടത്തില് എല്ലാരും ചൂസ് ചെയ്യുന്നൊരു പാട്ടാണ്. അതെ അതെ അതെ, കോമൺ സോങ് ആണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം കൊണ്ട് മുത്തായി മാറ്റും പൂവയലി. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. മതി, ധാരാളം. ഒരു ഓണം, ശരിയായ ഓണം മോഡലിലേക്ക് വന്നു. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു എപ്പിസോഡ്സും അതുപോലെ എൻ്റെ കൂടെ കുറേ പാട്ടുകൾ, പായസം മാത്രമല്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടി തന്നു. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. എന്തായാലും ഓണാഘോഷമൊക്കെ കണ്ടിട്ട് പോയാൽ തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓണമധുരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ജയ്ഹിന്ദ് TV-യുടെ ഈ ഒരു പരിപാടി പങ്കെടുക്കാനും പാട്ട് പാടാനും പായസം ഉണ്ടാക്കാനും എല്ലാം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ.